എന്നും ഒരേ ടൈപ്പ് ദോശ കഴിച്ച് മടുത്തെങ്കിലും ഒന്ന് മാറ്റി പിടിക്കാം. ചെറുപയർ പരിപ്പ് വെച്ചിട്ട് ഉള്ള ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ദോശയാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാം. പുളിപ്പിക്കാനൊന്നും വെക്കേണ്ട. 1 കപ്പ് ചെറുപയർ ഞാനൊന്ന് കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇതൊരു 3 മണിക്കൂർ കുതിരാനായിട്ട് വയ്ക്കാം. സാധാരണ ഞാൻ ചെറുപയർ പരിപ്പാണ് എടുത്ത് ദോശ ഉണ്ടാക്കാറ്. ഇന്നിപ്പോൾ അത് തീർന്നിരിക്കുക. അത് കാരണം ഞാൻ ചെറുപയർ ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഡയറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റാണ്. കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്. ഞാനിത് വൈകുന്നേരങ്ങളിലാണ് ഉണ്ടാക്കാറ്. ഇതിൽ ചെറുപയറിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമല്ലാത്തവർ 1/2 കപ്പ് ചെറുപയറാക്കാം. ഇതിപ്പോൾ ഒരു 4 മണിക്കൂർ ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതൊരു 6 മണിക്കൂർ വരെ കുതിർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആവുക. ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കുന്ന പോലെ എടുക്കാം. എന്നിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഉള്ള അരയ്ക്കാനായിട്ട്. ഇത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. തരിയില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കണേ. ഇപ്പം ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഒരുപാട് വെള്ളത്തിൽ അരയ്ക്കണ്ട, അവസാനം വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് റവയും കൂടെ ചേർക്കുന്നുണ്ട്. അരച്ച കപ്പിലേക്ക് തന്നെ ഞാൻ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 ചുള വെളുത്തുള്ളി, ഒരു പച്ചമുളക് ഇത്രയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം റവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ചെറുപയർ എടുത്ത് അതേ അളവിൽ തന്നെ വേണമെങ്കിൽ റവ എടുക്കാം. ഞാനിവിടെ തിരിച്ചാണ് എടുത്തേക്കുന്നത്. ചെറുപയർ 1 കപ്പും 1/2 കപ്പ് റവയും. ഈ റവയും തരിയില്ലാതെ നല്ലപോലെ അരച്ചെടുക്കണേ. അപ്പോൾ റവയും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. നമ്മൾ സാധാരണ ദോശക്കരക്കില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ പാകത്തിനാക്കാം. ഇപ്പം ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ലൂസായിട്ടിരിക്കണം, എന്നാലേ കോരി ഒഴിക്കുമ്പോൾ നല്ല വട്ടത്തിൽ പരത്തി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വളരെ കനം കുറച്ച് വേണം ഉണ്ടാക്കാനായിട്ട്. ഇനി ചൂടായി കിടക്കുന്ന ദോശക്കല്ലിലേക്ക് ഞാൻ അല്പം വെള്ളം തളിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം തളിച്ച് കൊടുക്കുന്നത്. ഈ ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരു തുള്ളി എണ്ണ പോലും ഉപയോഗിക്കുന്നില്ല കേട്ടോ. എണ്ണ ഇല്ലാതെ ഉണ്ടാക്കുന്നത്. ചെറിയ തവിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നെയ് റോസ്റ്റിന് പരത്തുന്ന പോലെ ഒട്ടും കട്ടിയില്ലാതെ അങ്ങ് പരത്തിയെടുക്കാം. ഈ സാധാരണ കല്ലിലാണ് ചുടുന്നതെങ്കിൽ എണ്ണ തൂത്തിട്ട് തന്നെ ചുടാം. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ എണ്ണയൊന്നും തൊടുന്നില്ല. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പം നെയ്യോ എണ്ണയോ ഒക്കെ തൂത്തിട്ട് ചുട്ടെടുക്കാവേ. എണ്ണ കഴിക്കാൻ വയ്യാത്തവർക്ക് ഒട്ടും എണ്ണയുടെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിൻ്റെ മുകളിലെ ആ വെള്ള നിറം ഒന്ന് പോയിട്ട് ഇതൊന്ന് ഉണങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ, അല്പം വെള്ളം കയ്യിലെടുത്തിട്ട് ഒന്ന് തളിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് സൈഡ് വഴി തളിച്ചു കൊടുക്കണേ, ഇല്ലെങ്കിൽ സൈഡ് ഉണങ്ങി ഇങ്ങ് പൊങ്ങിപ്പോരും. നല്ല പോലെ ഇത് അടിവശം മൊരിഞ്ഞ് കിട്ടണം. ഈ ദോശയുടെ 2 സൈഡും ഞാൻ മറിച്ചും തിരിച്ചും ഇട്ടെടുക്കില്ല, ഒരു സൈഡ് മാത്രം മൊരിച്ചെടുക്കുന്നുള്ളൂ. വേണ്ടവർക്ക് ഇത് തിരിച്ചിട്ടും എടുക്കാം, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതിൽ ഞാൻ വെള്ളം തളിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ തുള്ളി പോലും തൊട്ടിട്ടില്ല. അപ്പോൾ ഇത് അടിവശം നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതങ്ങ് എടുക്കാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടോടുകൂടി കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അത് കഴിക്കാൻ നേരത്ത് പെട്ടെന്ന് ചുട്ടെടുത്താൽ മതി, പെട്ടെന്നാകും ഇത്. നമ്മൾ ചെറുപയർ പരിപ്പ് തന്നെ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഇതിൽ ഇച്ചിരി കളർ ഉണ്ടാവുക. ഇത് അതിൻ്റെ തൊലിയുടെ ഒരു പച്ച നിറം ഉണ്ടല്ലോ, അതുള്ളത് കൊണ്ടാണ് ഇതിനിങ്ങനെ ഒരു കളറ്, പക്ഷേ ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ എടുക്കുമ്പം ചെറുപയറിൻ്റെയും റവയുടെയും അളവ് ഒരേപോലെ എടുത്താൽ മതി. അപ്പം കുറച്ചും കൂടെ കളർ ഉണ്ടാവും ദോശയ്ക്ക്. പിന്നെ അരി ഉഴുന്ന് അരച്ചുണ്ടാക്കുന്ന ദോശ പോലെ നമുക്ക് ഒരുപാട് ഇത് കഴിക്കാൻ പറ്റില്ല, പെട്ടെന്ന് വയറ് നിറയും. ഇതിപ്പോൾ ഇതുപോലെ ഒരു ദോശ കഴിച്ചാൽ തന്നെ എനിക്കൊക്കെ വയറ് നിറയും. ചെറുപയറിനകത്ത് പ്രോട്ടീൻ ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് വയറ് നിറഞ്ഞൊരു ഫീലിംഗ് വരുന്നത്. അപ്പം ഞാൻ ഒരു ദോശയും കൂടെ ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇനി നല്ലൊരു ചട്നിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ അവസാനം കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചട്നിയുടെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഡിന്നറിന് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ അരിയാഹാരം നമുക്ക് ഒഴിവാക്കാം. അതുവഴി വെയിറ്റും കുറയ്ക്കാൻ പറ്റും. ഇതുപോലെ മാറി മാറി പല ടൈപ്പ് ദോശകൾ ഞാൻ ഉണ്ടാക്കാറുണ്ട്. റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇനി ചട്നി ഉണ്ടാക്കുന്ന കണ്ടാലോ, ഒരു തക്കാളി, ഒരു 1.5 സവോള, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്, അതൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കാവേ. തക്കാളിയും സവോളയും ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് റഫായിട്ട് അരിഞ്ഞെടുത്താൽ മതി, കാരണം ഇത് വഴറ്റാനുള്ള നമുക്ക്. ഈ ചട്നി ഞാൻ നല്ലെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കകത്തും ഉണ്ടാക്കാം. നല്ലെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. നല്ലെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച സവോളയും തക്കാളിയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഉഴുന്നിൻ്റെയും പരിപ്പിൻ്റെയും ഒന്നും മൂപ്പ് കൂടിപ്പോരുത്. അങ്ങനെ കൂടിപ്പോയാൽ അതിന് വേറൊരു ടേസ്റ്റാണ്. ഇതും കൂടെ ഈ ഒപ്പം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയാൽ മതി, ഒരുപാട് സമയം വഴറ്റേണ്ട കാര്യമില്ല.
ഇത്ര ആയാൽ മതി. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വേണ്ടവർക്കൊന്ന് കടുക് വറുത്തെടുക്കാം. കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് കടുക് വറുക്കാം. ഞാനിപ്പോൾ ഇനി ആ എണ്ണയും കൂടെ കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് ചെയ്യാറില്ല. ഇപ്പം വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയ പുതിയ റെസിപ്പികളുമായി വീണ്ടും കാണാം. താങ്ക്